ഈ കേരളത്തിൽ ഇതുപോലത്തെ ഒരു പരിപാടി കൊണ്ടുണ്ടോ? അതിഗംഭീരമായ പരിപാടിയായിരുന്നു. എന്താ പറയുക, ഒരു എംപയർ കടന്നു വരുന്ന പോലെ എനിക്ക് തോന്നിയത്. ഒരു കിങ് വരുന്ന പോലെ കണ്ടിട്ട് ഇങ്ങനെ രോമം എണീറ്റ് നിന്ന്. നമ്മളിപ്പോൾ BJP കാരൻ കമ്മ്യൂണിസ്റ്റ് അങ്ങനെയൊന്നും അല്ല, എൻ്റെ പാർട്ടി ഒന്നുമില്ല. പക്ഷേ മോദി എന്ന് നമുക്കൊന്നൊരു വികാരമാണ്. മോദി അടുത്ത് കാണാൻ പറ്റിയോ? കേരളത്തിലെ ജനങ്ങൾ BJPക്ക് ഒപ്പം വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പരിപാടി എന്ന് പറഞ്ഞാൽ അത് ഇത്രയും സന്തോഷമായിട്ടുള്ള പരിപാടി കണ്ടിട്ടില്ല. പിന്നെ മോദിജിനെ കണ്ടു നോക്കി മോദിജി നമുക്ക് വേണ്ടിയുള്ള കൈ പൊക്കിയതുണ്ട്. എപ്പോഴും മനസ്സറിയാതെ ഹൃദയത്തിനൊരു എന്തെന്നോ പറയുന്ന വിഷമവും ഞാൻ കരഞ്ഞു പോയി. ഇത്ര നല്ല നേതാവിനെ കാണുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവമാണ്, പറയാൻ പറ്റുന്നില്ല. മോദിയെ കണ്ടോ? കണ്ടു. അതിഗംഭീരം ഒരു തൃശ്ശൂർ പൂരം തന്നെയാണ് കഴിഞ്ഞത്. മോദിയെ കണ്ടോ? കണ്ടു. സന്തോഷമായോ? എവിടുന്നാ വരുന്നേ? കോട്ടക്കല്. മോദിയെ കാണാൻ വേണ്ടി ഇവിടെ വരെ വന്നതാണ്. ശരിക്കും കാണാൻ പറ്റിയോ? കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നിലമ്പൂര്. എങ്ങനെ വന്നേ? നിലമ്പൂരിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് മോദിയെ വ്യക്തമായിട്ട് കാണാൻ പറ്റിയോ? കണ്ടു. സന്തോഷമായി. ഈ സമ്മേളനത്തിന് കയറാൻ പറ്റത്തില്ലൊക്കെ വിഷമമുണ്ടോ? കാണാൻ പറ്റില്ല, അതിന് ഞങ്ങൾ കണ്ടു, പ്രധാനമന്ത്രിയെ സുന്ദരേശ കണ്ടു, സന്തോഷിച്ച് പോയിരുന്നു. ഇതിൽ പരമൊന്നുമില്ല, സന്തോഷം. നരേന്ദ്രമോദിജി വന്ന ഈ പരിപാടി കേരളത്തിന് ഉണർവേകുന്ന ഐശ്വര്യപൂർണമായ ഒരു പരിപാടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ചേട്ടൻ എവിടെ നിന്ന് വരുന്ന? കോഴിക്കോട് നിന്ന് വരാൻ. കോഴിക്കോട് എവിടെ വീട്? എവിടെ? കോഴിക്കോട് കാമ്പറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബീച്ച് ഏരിയ, കാമ്പറം ബീച്ച്. ഇന്ന് രാവിലെ ഇറങ്ങി. രാവിലെ ഒരു 5 മണിക്ക് ഇറങ്ങി ഗുരുവായൂർ ടച്ച് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. മോദിയെ കണ്ടപ്പോൾ സന്തോഷമായോ? വളരെ സന്തോഷമായി. ഇപ്പം വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാളയിൽ നിന്ന് വരണതാണ് ഞങ്ങൾ. വളരെ ഭംഗിയായിരുന്നു. ആളെ നേരിട്ട് കാണാൻ പറ്റി. അതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞങ്ങൾ തിരുവടി റോഡിൻ്റെ അരിയത്തായിരുന്ന കാരണം ഞങ്ങൾക്ക് വളരെയധികം കാണാൻ പറ്റി. ഇത്രയും വലിയ ഭയങ്കര ഒരു സന്തോഷം പറയാനില്ല. ഞങ്ങൾ 12 മണിക്ക് വന്നതാണ്. അത്ര സമയം മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്ന് ആളെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത്ര ഭയങ്കര സന്തോഷം പറയാനില്ല. അത്രയും വളരെ സന്തോഷമായിരുന്നു. ഓക്കെ, സന്തോഷമായി. എവിടുന്ന് വരുവാ? കൊയിലാണ്ടിന്ന് വരികയാണ്. കണ്ടോ? റോഡ് ഷോയിൽ കണ്ടു. മോദിജി എവിടുന്ന് വരുവാ? എവിടുന്നാ വരുന്നേ? ഞങ്ങൾ തർപ്പയാറ് നാട്ടിക. നന്നായിട്ട് കാണാൻ പറ്റിയോ? നന്നായിട്ട് കാണാൻ പറ്റി. സന്തോഷമായോ? വളരെ സന്തോഷമായി. വെരി നൈസ്. ഇത്ര അടുത്ത് കാണാൻ പറ്റുന്ന പ്രതീക്ഷ ഇല്ല, ഇത്ര അടുത്ത് കാണാൻ പറ്റുന്ന പ്രതീക്ഷയല്ല. ആദ്യമായിട്ടാണ് കണ്ടതും. വളരെ സന്തോഷം. മോദിക്ക് ജയ്. കണ്ടു. അടുത്തുനിന്ന് കണ്ടു. സന്തോഷമായി. വളരെ സന്തോഷം. കാണാൻ കഴിയൂല. ജനൽ സമുദ്ര ഭയങ്കര ബമ്പൻ ജനാണ് വരുന്നത്. ലക്ഷക്കണക്കിന് 3 ലക്ഷത്തിൽ ആളുകൾ ഇപ്പോൾ സ്ത്രീകൾ ഉള്ളിലുണ്ട്. ഏകദേശം 50,000 മുകളിൽ പുറത്തുണ്ട്. കാരണം ആണുങ്ങൾ ആർക്കുള്ളിൽ കയറാൻ കഴിയില്ല. ഇത്ര തൃശ്ശൂർ പുറത്തേക്കാൾ ഡബിൾ ആളുകളാണ് ഈ പരിപാടിക്കുള്ളത്. പിന്നെ അടിപൊളിയായില്ലേ? സൂപ്പർ പരിപാടിയല്ലേ? കേരളത്തിലെ അടിപൊളി പരിപാടിയാണ്. നമ്മളെ കാര്യങ്ങളൊക്കെ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു പ്രധാനമന്ത്രിനെ കാണുന്നത്. പാർട്ടിപരമായിട്ടല്ല, നമ്മളൊരു ഇന്ത്യയിൽ വന്ന് നമ്മളിവിടെയൊക്കെ സംഭവം ചെയ്ത് ആൾ ഹാപ്പിയായിട്ട് മടങ്ങി പോട്ടെ. അടുത്തതും വരട്ടെ. അങ്ങനെ മോദിയെ കണ്ടോ? കണ്ടി. എന്താ സന്തോഷമായോ? സന്തോഷമായി. എവിടുന്ന് വരുന്നേ? ഞങ്ങൾ മലപ്പുറം. എങ്ങനെ വന്നു? ഞങ്ങൾ ബസ്സുണ്ട്. ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷ? ആദ്യമായിട്ടാണോ ഒരു പ്രധാനമന്ത്രി കാണുന്നത്? മോദിനെ അതിൻ്റെ ഒരു എക്സ്പീരിമെന്റ് ഉണ്ടായിരുന്നു. പിന്നെ കാണാൻ പോലെ കാണാൻ പറ്റി. കൈവീശിയൊക്കെ കാണിച്ചോ? കണ്ടു. എന്താ സന്തോഷമായോ? ഇതിനായിട്ട് വന്നാ? എവിടുന്ന് വരുന്ന? വടകര. ഇതിനായിട്ട് വന്നാണോ? ഇതിനായിട്ട് തന്നെ വന്ന. മോദിനെ കണ്ടിട്ട് വന്ന്. കണ്ടിട്ട് സന്തോഷമായി. ഇത്ര അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന പ്രതീക്ഷ ഇല്ല, ഇതുവരെ പ്രതീക്ഷിച്ചില്ല. ഇപ്പം കണ്ട്. പ്രധാനമന്ത്രി ഇത്ര അടുത്ത് നിന്ന് കാണാൻ അടുത്തുനിന്ന് കണ്ടു. സന്തോഷമായി. എവിടുന്ന് വരുന്ന? ഞങ്ങൾ തൃശ്ശൂർ തന്നെ. മോദിജിന്റെ റോഡ് ഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്തുനിന്ന് കണ്ടു. സന്തോഷമായി. അതെ, ആദ്യമായിട്ടാണ് മോദിജിനെ എത്ര അടുത്തുനിന്ന് കാണുന്നത്. സന്തോഷമായി. മോദിജിയെ കണ്ടോ? പ്രധാനമന്ത്രി എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? സൂപ്പർ. തൃശ്ശൂർ എവിടുന്ന ഏട്ടൻ വരുന്നത്? എൻ്റെ വീട് ഇവിടെ അടുത്ത് താണിക്കുടം.
അമ്മേ മോദിജിയെ കണ്ടോ? സന്തോഷായോ? സന്തോഷമായി. ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിയെ കാണുന്നത്. അതെ അതെ. അടുത്ത് തന്നെ കാണാൻ പറ്റുമോ? കണ്ടു. നിങ്ങളൊക്കെ എവിടുന്ന് വരുന്ന? ഞങ്ങൾ ഒറ്റപ്പാലം. ഒറ്റപ്പാലം. ബസ് പിടിച്ച് വന്നാണോ? പ്രധാനമന്ത്രിയെ കണ്ടോമേ? കണ്ടു. ഒറ്റപ്പാലത്ത് നിന്നാണോ അമ്മയും വരുന്നേ? ഒറ്റപ്പാലം ആണോ? നേരത്തെ ആഗ്രഹിച്ചിരുന്നോ പ്രധാനമന്ത്രിയെ കാണണമെന്ന്? കാണണമെന്ന് ആഗ്രഹം സന്തോഷമായി. അമ്മയ്ക്കോ? സന്തോഷമായി, നല്ല സന്തോഷമായി. നേരിട്ട് കണ്ടു. ഇത്ര അടുത്ത് നിന്ന് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയോ? ഇല്ല, ആകാലൊക്കെ ഇന്ന് കാണാമെന്നാ വിചാരിച്ചു. അപ്പൊ അടുത്ത് കൂടെ കണ്ടു. പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷെ കണ്ടു. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള വ്യക്തിയാ എപ്പോഴും. മക്കളെ മോദിയെ കണ്ടോ? കണ്ടു. ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ? നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലൊക്കെ തന്നെയാണോ നേരിട്ട് കണ്ടപ്പോൾ? കാണാൻ വേണ്ടിട്ട് തന്നെ വന്നത് ഇവിടേക്ക്. കാണുകയും ചെയ്തു. സന്തോഷമായി. ചേച്ചി മോദിയെ കണ്ടോ? കണ്ടു. ആണോ? കണ്ടു. ഇത്ര അടുത്ത് നിന്ന് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചോ? അടുത്തുനിന്ന് കാണാൻ പറ്റി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റി. അടിപൊളി, സൂപ്പർ. അടിപൊളി. തൊണ്ടയൊക്കെ ഒച്ചയൊക്കെ പോയിരിക്കുന്നു. സൗണ്ടില്ല, വിളിച്ചിട്ടോ. മോദിയെ കണ്ടോ? ഓ മോദിനെ കണ്ട്. എവിടുന്ന് വരുന്ന? കോഴിക്കോട്. കോഴിക്കോട്. നിങ്ങൾ കൊയിലാണ്ടി അവരുടെ കൂടെ ഉള്ളതാണ്? അല്ല കുറ്റിക്കാട്ടും. എങ്ങനെയുണ്ട്? അടിപൊളി പരിപാടി. എവിടുന്ന വരുന്നേ? ഞങ്ങൾ മണ്ണൂരിന്ന്. കാണാൻ പറ്റിയോ പ്രധാനമന്ത്രിയെ? നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള കണ്ടു. സന്തോഷായി. ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, എത്ര പ്രതീക്ഷിച്ചില്ല. അടുത്തുനിന്ന് കാണുന്നു. നമ്മൾ തൃശ്ശൂർ തന്നെയാണ്. ഗുരുവായൂർ വരുന്നതാണ്. മോദിനെ കാണാനായിട്ട് കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കണ്ടു. സന്തോഷമായി. എല്ലാത്തിനേക്കാളും വളരെ ഇപ്പോൾ കഴിഞ്ഞോട്ടം വന്നിരുന്നു, ഗുരുവായൂർക്ക് വന്നിരുന്നു. അതിനേക്കാളൊക്കെ ഭയങ്കര ജനങ്ങൾ. സന്തോഷം. വളരെ അടുത്ത് നിന്നിട്ട് ഇവിടെ എല്ലാവർക്കും കാണാൻ സാധിച്ചു. അല്ല, എന്തായാലും ആ വണ്ടിയിലായ കാരണം ഏറ്റവും അടുത്ത് നിന്നിട്ട് എല്ലാവർക്കും ശരിക്കും കാണാൻ സാധിച്ചു. ഞങ്ങൾക്ക് കഴിഞ്ഞ എറണാകുളത്ത് വെച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിരുന്നില്ല. പോയിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ അടുത്ത് എത്താൻ പറ്റിയിരുന്നില്ല. അതിൻ്റെ ഒരു വിഷമം ഇവിടെ ഞങ്ങൾക്ക് ഏകദേശം നല്ല അടുത്ത് നിന്ന് കിട്ടിയ ആ ഒരു സന്തോഷമുണ്ട്. നല്ല കൂളിംഗ് ആയിരുന്നു. വെയിലുണ്ടായില്ല. അതെ, പ്രകൃതി പോലും ഞങ്ങളുടെ കൂടെ പ്രകൃതി പോലും അനുകൂലമായിരുന്നു. കാരണം ആ ചൂടിൻ്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞു. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു നല്ല ശുഭലക്ഷണമായിട്ട് ഞങ്ങൾക്ക് തോന്നി. എവിടുന്ന് വരുവാ? ഞങ്ങൾ അരീക്കോട്, മലപ്പുറം ഭാഗത്ത്. ഇതിനായിട്ട് വന്നാണോ? കച്ചവടം. പ്രധാനമന്ത്രിയെ കുറിച്ച് എന്തോ അഭിപ്രായം? നല്ല അഭിപ്രായം. ഇത് തൊപ്പിയാണോ? ഇതുണ്ടാക്കി വിൽക്കുന്നത്? കോഴിക്കോട് നിന്ന് വാങ്ങി. മോദിയെ കണ്ടോ? കണ്ടു. സന്തോഷമായോ? സന്തോഷമായി. ഒരിക്കൽ കണ്ടു. ഇനി ഒന്ന് റൗണ്ട് പോയി കാണണം. ഞങ്ങൾ ശരിക്കും കണ്ടു, ടാറ്റ കൊടുത്തു, ഒക്കെ ചെയ്തു. മോദിയെ കണ്ടു. നല്ല സന്തോഷമായി. അവിടുന്ന് അടുത്തുനിന്ന് അല്ലെങ്കിലും വിട്ടുന്നെങ്കിലും കാണാമെന്ന് വെച്ചാൽ ഞങ്ങൾ മലപ്പുറത്തുനിന്ന് വരുന്നതാ. അല്ല, ഇത് രണ്ടാമത്തെ തവണ. പാലക്കാട് മുന്നേ വന്നത് ഇപ്പോഴും കണ്ടിരുന്നു. മോദിയെ കണ്ടോ? കണ്ടു. അടുത്തുനിന്ന് കാണാൻ അടുത്തുനിന്ന് കണ്ടു. കണ്ടോ മോദിയെ? കണ്ടു. അടിപൊളിയായി കണ്ടു. സൂപ്പർ. മോദി സൂപ്പർ. കണ്ടു നന്നായി കണ്ടു. സന്തോഷമായി. നന്നായിണ്ടായിരുന്നു. മോദി അടിപൊളിയായിരുന്നു. നന്നായിണ്ടായിരുന്നു. മറ്റേത് ദൂരത്തുനിന്ന് ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ നേരിട്ട് കാണാനൊരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. എന്താ പറയുക, ഒരു എംപയർ കടന്നു വരുന്നവരെ എനിക്ക് തോന്നിയത്. ഒരു കിങ് വരുന്നവർ കണ്ടിട്ട് ഇങ്ങനെ രോമണീറ്റ് നിന്ന്. നമ്മളിപ്പോൾ BJP കമ്മ്യൂണിസ്റ്റ് അങ്ങനെയൊന്നുമല്ല, എൻ്റെ പാർട്ടിയൊന്നുമില്ല. പക്ഷേ മോദി എന്ന് നമുക്കൊന്നൊരു വികാരമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദൂരം നിന്ന് ഇവിടെ വരെ വന്നത്, മോദിനെ കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് കണ്ടുള്ളൂ, എന്നാലും മനസ്സ് പറഞ്ഞു. നിലമ്പൂർ ഇടക്കര. മോദിയെ കണ്ടു. സന്തോഷമായി. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അടിപൊളിയായിരുന്നു. പരിപാടി അതിഗംഭീരമായിരുന്നു. എല്ലാ തരത്തിലും വിജയമുണ്ട്. സന്തോഷമായി. അടിപൊളിയായി. മോദിയെ കണ്ടു. എവിടുന്നാ വരുന്നേ? ചാവക്കാട്. മോദിയെ കാണാനായിട്ട് ഇവിടെ വന്നത്. അതെ. അതായത് ഇഷ്ടംപോലെ ജനങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. മോദിയെ കണ്ടു. സന്തോഷമായി. വളരെയധികം ഭംഗിയായിട്ടുണ്ട് പരിപാടി. മോദിജിയെ കണ്ടോ? നന്നായി കണ്ടു. നന്നായിട്ട് കാണാൻ പറ്റി. സന്തോഷായി. കണ്ണു നിറയെ കണ്ടിട്ട് സന്തോഷായി. കണ്ടിട്ട് സന്തോഷായി. സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? ഉഗ്രം പരിപാടി. ലോകത്ത് എവിടെയും കാണില്ല ഇത്ര ഒരു പരിപാടി നല്ല പരിപാടിയായിരുന്നു. ഇത്രയും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ലൊരു പരിപാടിയാണ് ഈ തൃശ്ശൂർ ജില്ല നടത്തിയിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? നല്ല പരിപാടി. മോദിയെ കാണാൻ പറ്റിയോ അടുത്ത്? കണ്ടു. നമ്മുടെ പേരെന്തുവാ? അളകനന്ദ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? CNN. സ്ഥലമോ?
ചേർപ്പ്. ആരെ കാണാൻ വന്നതാ? നരേന്ദ്രമോദി. ആരുടെ കൂടെ വന്നേ? അച്ഛൻ്റെ കൂടെ. എന്തോ ഇത്തിരി ബലൂണൊക്കെ ഉണ്ടല്ലോ. ഈ ബലൂണൊക്കെ ആര് മേടിച്ചെന്നാ? അച്ഛൻ മേടിച്ചെന്നാ. മോദിജിയെ ഇഷ്ടമാണോ? കാണാറുണ്ടോ? എങ്ങനെയാ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? ആണോ? പിന്നെ മോദിജിയോട് എന്തോ പറയാനുള്ളത്? നമസ്തേ മോദിജി. മോന്റെ പേരെന്താ? എവിടുന്നാ വരുന്നേ? നിലമ്പൂര്. മലപ്പുറം. ആരെ കാണാൻ വന്നതാ? നരേന്ദ്രമോദിയെ. നരേന്ദ്രമോദിയെ കാണാൻ വന്നോ? മോദിജി ആരാന്നറിയോ? ആരാ? പ്രൈം മിനിസ്റ്റർ. ആണോ? എത്രല്ല പഠിക്കുന്നേ? UKG. സന്തോഷായി. ഹാപ്പിയായി. കുറച്ചൊക്കെ ഹാപ്പി. പരിപാടി സൂപ്പറായിരുന്നു. നല്ല ഹാപ്പിയാണ്. കാണണമെന്ന് ആഗ്രഹിച്ചില്ലായിരുന്നു സാറിനെ. ഒരുപാട് സന്തോഷം. നന്നായിരുന്നു. കണ്ട്. പ്രധാനമന്ത്രിയെ കണ്ടോ? കണ്ടു. കാണാൻ പറ്റി. സന്തോഷമായി. പ്രധാനമന്ത്രിനെ കണ്ടു. മോദിജിനെ കണ്ടു. ഇഷ്ടമായി. സന്തോഷം. കണ്ടു. പരിപാടിയല്ല, മൊത്തം ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം അടിപൊളിയാണ്. ഇനി ഇതുപോലെ നല്ല ഭരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്നുള്ള നരേന്ദ്രമോദി ഇനിയും അധികാരത്തിൽ പറ്റുമെന്ന് ആശംസിക്കും.